രോഗിയെ കാണുമ്പോൾ, രോഗത്തെ ചർച്ച ചെയ്യുമ്പോൾ, രോഗത്തിൻ്റെ വിവിധങ്ങളായ വിഷയങ്ങൾ മനസ്സിലേക്ക് കടക്കുമ്പോൾ ഭാവനാത്മകമായൊരാതുര സംസ്കൃതി അവൻ്റെ അന്തരംഗത്തിൽ ആവിർഭവിക്കുന്നു എന്ന് അവർ തൊട്ടറിഞ്ഞു. ഇത് ശരിയാണെന്നുള്ളതിന് നിങ്ങളുടെ മെഡിക്കൽ കോളേജുകളിൽ ആയുർവേദമോ ഹോമിയോപ്പതിയോ മോഡേൺ മെഡിസിനോ മൂന്നുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ കുട്ടികൾ പഠിക്കുമ്പോൾ അവർ നിദാന പ്രക്രിയ പഠിക്കുമ്പോൾ, ഡയഗ്നോസിസ്, ആ ഡയഗ്നോസിസും പ്രോഗ്നോസിസും പ്രൊഫസർ വന്ന് ക്ലാസ് എടുക്കുമ്പോൾ ഭാവനയിൽ ആ രോഗം അവർക്കുണ്ടെന്ന് തോന്നും. പല കുട്ടികളും ആ പഠിപ്പിൻ്റെ സമയങ്ങളിൽ പ്രൊഫസറെ സമീപിക്കും. ആ രോഗം തനിക്കുണ്ടെന്ന് പറഞ്ഞ്. പ്രൊഫസർക്കറിയാം മാനസികമാണെന്ന്. ചില ബുദ്ധിമാന്മാരായ പ്രൊഫസർമാർ അപ്പോൾ ചില പ്ലാസിബോ കൊടുക്കും, അവൻ പഠിച്ചു കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട്. ആതുര രംഗങ്ങളെ വിസ്തൃതമായി വർണ്ണിക്കുന്ന മാധ്യമ സംസ്കൃതി യാജ്ഞിക സങ്കല്പങ്ങൾ അറിയാതെ മാനവന് നൽകുന്ന കാമനകളുടെ ലോകം ആതുര ലോകമാണ്. ഇവിടെയും ദേവയജ്ഞത്തിൻ്റെ അതുല്യപ്രഭാവ കേന്ദ്രങ്ങളിൽ നിന്ന് പഠിച്ച പ്രാചീനനായൊരു പിതാവ് തൻ്റെ മക്കളുടെ ആരോഗ്യത്തെ കരുതി തൻ്റെ അന്തരംഗത്തിൽ നിന്ന് ആതുര സംസ്കൃതിയെ തുടച്ചു നീക്കുവാൻ ശുദ്ധമായ ആഹാരവും വിഹാരവും വിചാരവും അല്പം ഔഷധവും കൊണ്ട് കടന്നുപോയതാണ് നാം കണ്ടത്. വൈദ്യശാസ്ത്രം വികസിച്ചപ്പോൾ ഗുളിക കഴിച്ചിട്ട് പായസം കഴിച്ചു. ഇന്നും വന്നിരിക്കുന്ന പ്രായമായവർ ചിലർ ഒരിടങ്ങഴി പായസം അടിച്ച് പുറകെ 2 ഡയണലും അടിച്ചിട്ട് വന്നിരിക്കുകയാണ് മക്കൾക്ക് പാരയാകാൻ. വിദ്യാഭ്യാസമുള്ളവരായവർ, വിദ്യാഭ്യാസമുള്ളവരാ മക്കൾ, യജ്ഞമറിയാത്തവരാണ്. ക്ഷമിക്കണേ, എനിക്കിങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പറ്റില്ല, അതുകൊണ്ട് എന്നോട് പൊറുക്കുക. 2 അർത്ഥത്തിലാണ് മക്കൾക്ക് പാര എന്ന് ഞാൻ പറഞ്ഞത്. ഈ കഴിച്ച ഡയണൽ ചിലപ്പോൾ അല്പം കിഡ്നിയിൽ സ്റ്റോർ ചെയ്യുകയൊക്കെ ചെയ്യും. ഇടയ്ക്ക് അവൻ പുറത്തേക്ക് തല നീട്ടുമ്പോൾ ഷുഗർ വളരെ ഡൗൺ ആവും. ഇടയ്ക്ക് അവൻ കയറി വലിയുമ്പോൾ ഷുഗർ കൂടും. അപ്പോൾ ഇതിൻ്റെ നിയതമായ സ്വഭാവം മാറും. പലപ്പോഴും പലതരത്തിൽ ആഹാരം കഴിക്കുമ്പോൾ ഇത് ലോങ്ങർ ഹാൻഡ്സ് അല്ല, പീയൂഷഗ്രന്ഥിയാണെന്നതുകൊണ്ട് ആ ഗ്രന്ഥി ചലിക്കും. അവൻ അഡ്രീനാലിനിൽ പണിയെടുക്കും, റിയർ അഡ്രീനാലിനിൽ പണിയെടുക്കും, അഥവാ എപ്പിനെഫ്രിനിൽ, നോർ എപ്പിനെഫ്രിനിൽ
പണിയെടുക്കും. ഇവയെല്ലാം ചേർന്ന കൂട്ടുകെട്ടിൽ ഡയബറ്റിക് ന്യൂറോപ്പതിയുടെയും ഡയബറ്റിക് നെഫ്രോപ്പതിയുടെയും ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെയും വിഷലിപ്ത ലോകങ്ങളിലേക്ക് ഇയാൾ ഉയരും. സംഹാര താണ്ഡവമാടുന്ന അയാളുടെ അഗ്നിയാശയത്തിൽ പാൻക്രിയാസിൽ ട്രിപ്സിൻ ഉണർന്നെഴുന്നേറ്റാൽ ശൂർപ്പകൻ വരം വാങ്ങിയ പോലാവും. ശൂർപ്പകനെ അറിയാം. ശൂർപ്പകനെ കേട്ടിട്ടുണ്ട്? ഇല്ല. പണ്ട് ശിവനിൽ നിന്ന് വരം വാങ്ങിച്ച് ശിവന് നേരെ വിരൽ ചൂണ്ടിയ ഒരുവനെ അറിയാം? ഇല്ല, കേട്ടിട്ടില്ല. നിങ്ങളുടെ പാൻക്രിയാസ് ട്രിപ്സിൻ പുറപ്പെടുവിച്ചാൽ അത് പാൻക്രിയാസിനെ തന്നെ പിടിക്കും. ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ പ്രത്യേകിച്ചും നല്ല കപ്പ തിന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. പ്രമേഹമുള്ളവൻ നല്ല കപ്പ, പറ്റുമെങ്കിൽ അത് ചിപ്സ്, കാരണം അതിൻ്റെ കട്ട് കളയാത്തത്. പഴയ കാലത്താരും കപ്പ വാട്ടിയുണങ്ങിയതല്ലാതെ പച്ചയ്ക്ക് വറക്കില്ല. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇത് വറുത്തൊരുപാട് വരും. അതങ്ങ് ചെല്ലുമ്പോൾ ട്രിപ്സിൻ ഉണരും. അവൻ പാൻക്രിയാസിനെ പിടിക്കുമ്പോൾ പാൻക്രിയാറ്റൈറ്റിസ് ആകും. ഇതൊക്കെ നിങ്ങളുടെ നാട്ടിലെ വിശഗ്വരന്മാരോട് ചോദിക്കണം, സ്വാമി ഗുണ്ടടിച്ചിട്ട് പോയതാണോ എന്ന്. മടിയൊന്നും വിചാരിക്കണ്ട. അത് നിങ്ങളുടെ ഉദരത്തിലേക്ക് കടന്നെത്തുമ്പോൾ പെരിറ്റോണൈറ്റിസിൻ്റെ ലോകങ്ങളിലേക്ക് പോകും. കൂടെ മുമ്പ് പറഞ്ഞ റെറ്റിനോപ്പതിയും നെഫ്രോപ്പതിയും ന്യൂറോപ്പതിയുമാകുമ്പോൾ പൂർണ്ണമാവും. കാലുമുറിച്ചും കൈമുറിച്ചും കണ്ണിൽ ലേസർ അടിച്ചും ആ ലോകങ്ങളിലൂടെ പോകുമ്പോഴെല്ലാം 5-10 കൊല്ലം നിങ്ങളധ്വാനിച്ച പണം മുടക്കുന്നതിനപ്പുറം നിങ്ങളുടെ മക്കളിൽ പിതാവിൻ്റെ രോഗത്തിൻ്റെ ഭീതിത ചിത്രങ്ങൾ പിതാവായി രേഖപ്പെടുത്തുമ്പോൾ നാളെ ആ പ്രായത്തിലേക്കെത്തുമ്പോൾ താൻ രോഗിയാകുമെന്നുള്ള ഒരവബോധം കൂടി നിങ്ങളും നിങ്ങളെ ചികിത്സിച്ച ഭിഷഗ്വരനും ചേർത്ത് വെച്ച് കൊടുക്കുമ്പോൾ മാനവ ജീവിതത്തിൻ്റെ ധനാത്മക പ്രകൃതിയിൽ മാത്രം സംഭവിക്കുന്ന ആരോഗ്യശാസ്ത്രത്തെ ഋണാത്മക പ്രകൃതിയുടെ ആതുര സംസ്കൃതിയിലേക്ക് ചവിട്ടിത്തള്ളിയാണ് നിങ്ങൾ മൃതരാകുന്നത്. ഇവിടെയാണ് ഓരോ അവയവത്തിൻ്റെയും ദേവതയെ, ഓരോ ഇന്ദ്രിയത്തിൻ്റെയും ദേവതയെ, ഓരോ ജീവിയിലെയും ദേവതയെ ഒരു പുൽക്കൊടിയിൽ വരെ ഞാനെന്ന് സ്ഫുരിക്കുന്ന ദേവതയെ അംഗീകരിച്ചാദരിച്ച് സമസ്ത ദേവ സങ്കല്പങ്ങളോടെയുള്ള വൈശ്വാനരയാഗത്തിന് തയ്യാറെടുക്കുന്ന മാനവചേതന ആ ദേവതയെ പുഷ്ടിപ്പെടുത്തുമാറ് ജീവിക്കുന്നത്. അവർ നിങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നത്. ഓരോന്ന് ആഹരിക്കുമ്പോഴും ഓരോന്ന് ചിന്തിക്കുമ്പോഴും ഓരോന്ന് പറയുമ്പോഴും ഇത് വേണം. ജീവിതം ധന്യമാകണമെങ്കിൽ മര്യാദാമസൃണമായിരിക്കണം. ദേവത തപിക്കാതിരിക്കണമെങ്കിൽ അന്തരംഗ ചോദനയുണ്ടാവണം. ഇതവർ എല്ലാം ചേർത്ത് വെച്ച് പഠിപ്പിച്ചതാ. അതുകൊണ്ട് ഇതിലെല്ലാ ശാസ്ത്രവും സമഗ്രമായി ചേരും. കുടുംബജീവിതവും
വൈദ്യശാസ്ത്രവും ആരോഗ്യശാസ്ത്രം, ആയുഷ് ശാസ്ത്രം എല്ലാം. അതുകൊണ്ടാണ് ദേവാൻ ഭാവയതാനേന, ആ ദേവന്മാരെ നിങ്ങൾ പോഷിപ്പിക്കട്ടെ, അവർ നിങ്ങളെയും പോഷിപ്പിക്കട്ടെ. പരസ്പരം പോഷിപ്പിക്കുന്നവരായിട്ട് നിങ്ങൾ ശ്രേയസ്സിനെ പ്രാപിച്ചാലും. ഇതിൻ്റെ ആധാര ഗ്രന്ഥങ്ങൾ ഒട്ടേറെയാണ്. അതിനെ സമാഹരിച്ചാണ് ഗീത അർജുനനോട് പറഞ്ഞത്. നിങ്ങൾ ഈ യുദ്ധക്കളത്തിലെത്തിയവർ മാതാവിൻ്റെയും പിതാവിൻ്റെയും പാരസ്പര്യങ്ങളെ അംഗീകരിച്ചുവോ? നിങ്ങൾ ഈ ദേവതകളെയൊക്കെ പോഷിപ്പിച്ചുവോ? എങ്കിൽ ഈ യുദ്ധം വരില്ല. നിങ്ങൾ ഈ യജ്ഞസങ്കല്പം അറിഞ്ഞിരുന്നു എങ്കിൽ പ്രകൃതി മനോഹരമാകുമായിരുന്നു. ഇനിയാണ് ആ യജ്ഞം സമഷ്ടിയിലേക്ക് പുലുകി പറയുന്നത്. അടുത്ത ശ്ലോകങ്ങൾ അതാണ്. അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാത് അന്നസംഭവ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞകർമ്മസമുദ്ഭവം. കർമ്മ ബ്രഹ്മോത്ഭവം വിദ്ധി ബ്രഹ്മമക്ഷരസമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഒരു ക്രമവികാസമാണ് പറഞ്ഞ്. ജീവികൾ ഉണ്ടാകുന്നത്, നിലനിൽക്കുന്നത് എല്ലാം അന്നത്തിലാണ്. യജ്ഞത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ പടി അവിടെയാണ്. പ്രാണൻ അന്നം, ജലം, ഇവയൊന്നും ശാസ്ത്രനിർമ്മിതമല്ല, ഭൗതിക. ഇവയൊന്നും മാനവനിർമ്മിതമല്ല. ഇവയുടെ ആഗമന പ്രക്രിയകളെ നിരോധിക്കുവാൻ മാത്രമേ മാനവനാവൂ. മറ്റൊന്നും മാനവനാവില്ല. അന്നം അതിൻ്റെ ഘടനയിൽ എങ്ങനെ, ആ അന്നത്തിൽ നിന്ന് എങ്ങനെ ഭൂതങ്ങൾ വളരുന്നു? അന്നാത് ഭൂതാനി ഭവന്തി. ജനനം അങ്ങനെയാണെന്ന് പറഞ്ഞത് ശങ്കയുണ്ടാവും. ശങ്ക വേണ്ട. നിങ്ങളുടെ ഇടയിൽ പഴയ കാരണവന്മാരുണ്ടെങ്കിൽ, പണ്ട് കാലത്തൊക്കെ കുട്ടികളില്ലെങ്കിൽ, പുരുഷൻ്റെ ബീജശേഷി കുറവായാൽ സാധാരണ മട്ടിൽ പറയും, എടാ ഒരു 15 വെണ്ടയ്ക്ക പച്ചയ്ക്ക് കഴിക്കാൻ. ഇപ്പോൾ ഈ വെണ്ടയ്ക്കൊക്കെ അകത്ത് ജനിക്കാനിരിക്കുന്ന കുഞ്ഞ് ഉണ്ട്, വെറും വെണ്ടയ്ക്ക എന്നൊക്കെ വളരെ എളുപ്പമായത്. പച്ചയ്ക്ക് കഴിക്കാൻ പറയും. എന്നിട്ടൊന്നും ശരിയായില്ല എന്ന് തോന്നിയാൽ പറയും, എടാ മോനെ നീ ഒരു കാര്യം ചെയ്യും, കുട്ടിക്കാലത്ത് പോലെ മുണ്ടിനീരും വന്നിട്ടുണ്ടെങ്കിൽ പക്ഷെ നെല്ലിക്കയുടെ നീരിൽ അല്പം ഇരട്ടി മധുരയിട്ട് കഴിക്കുക, ഉദർത്തം അങ്ങ് പോട്ടെ എന്ന് പറയും. അതും ആഹാരമാണ്, അന്നമാണ്. പാൽമുതക്കിൻ്റെ കിഴങ്ങ് പാലിലൊന്ന് കഴിച്ചു നോക്ക്, ശതാവരി കിഴങ്ങിൻ്റെ നീര് പാലിലൊന്ന് കഴിക്കുക. അമുക്കുരവും നായ്ക്കുരണപ്പരിപ്പും
ഒരു പാൽ കഷായമായിട്ട് കഴിച്ചു നോക്കെന്നൊക്കെ അവർ പറയും. നാടനാണ്. ഇതൊക്കെ അന്നമാണ്. അന്നത്തിൻ്റെ ഏർപ്പാടാണ്. കുട്ടികളിലെ പ്രമേഹവുമുണ്ട്. അവർ പറയും ഓജസ്സും കൂടെ വർദ്ധിക്കട്ടെ, നല്ല ജാതിക്ക കൊണ്ടൊന്ന് നാലായി കീറി എള്ളെണ്ണയിലിട്ട് ഒരു 41 ദിവസം വയ്ക്ക്, എന്നിട്ട് ഒരു കഷ്ണവും 1 ടീസ്പൂൺ എള്ളെണ്ണയും കഴിക്കുക. ഇതൊക്കെ അന്നമാണ്. ഇനി ഏതെങ്കിലും ഔഷധം രൂപപ്പെടുത്തി കഴിക്കുമ്പോഴും അത് പചിച്ച് അന്നമായി തീർന്നാണ് ബീജസംസ്കരണം ഉണ്ടാകുന്നത്. അന്നാത് ഭവന്തി ഭൂതാനി. അന്നം കൊണ്ടാണ് കോശങ്ങൾ വളരുന്നത്. പഴയ കാലം നോക്കിയാൽ ഇത് വളരെ എളുപ്പമാണ്. പണ്ട് ഈ മലമ്പ്രദേശങ്ങളിലൊക്കെ മത്സ്യമെത്താറില്ല, പച്ച പ്രത്യേകിച്ചും. കാരണം അന്ന് ഇന്നത്തെ പോലെ കച്ചവടക്കാരില്ല, ഇന്നത്തെ പോലെ കയറ്റിറക്കുമതികളില്ല, ഇന്നത്തെ തരം ഫിഷിംഗ് ബോട്ടുകളും കപ്പലുകളും ഒന്നുമില്ല. അന്ന് ആ നാട്ടിൽ കിട്ടുന്നത് ചക്കയും കപ്പയൊക്കെ ആയിരിക്കും. അതൊക്കെ കഴിക്കും. കൊഴുപ്പൊന്നുമില്ല കാര്യമായിട്ട്, സ്റ്റാർച്ചേ ഉള്ളൂ അവിടെയുള്ള ആളുകൾക്ക് കഴിക്കാൻ. തീരപ്രദേശങ്ങളിൽ കൊഴുപ്പേ ഉള്ളൂ, മത്സ്യമൊക്കെ ഉള്ളൂ. അവിടെ ഈ ചക്കയും ചക്കക്കുരുവൊന്നുമില്ല. റോഡ് ഗതാഗതം ഇല്ല ഇന്നത്തെ പോലെ. മൈലുകൾ ചുമന്നുകൊണ്ടു ഇത് കഴിക്കാനാവില്ല, വില കൂടും. അപ്പോൾ സ്റ്റാർച്ച് മാത്രം കഴിച്ചവർ, പ്രോട്ടീൻ മാത്രം കഴിച്ചവർ, അതുപോലെ തന്നെ ഫാറ്റ് മാത്രം കഴിച്ചവർ, എന്നിട്ട് ആരോഗ്യത്തിന് ഇത്രയും തകരാറ് കണ്ടില്ല. തീരപ്രദേശങ്ങളിൽ നോക്കിയാൽ അറിയാം, ബംഗാളിലും മറ്റും നോക്കിയാൽ അവിടുത്തെ ബ്രാഹ്മണർ വരെ മത്സ്യഭുക്കുകളാണ്. അതുകൊണ്ട് കൽക്കട്ടയിലെ ആശ്രമമൊക്കെ സന്ദർശിക്കാൻ കേരളീയർക്ക് വലിയ ഇഷ്ടമാണ്, വെജിറ്റേറിയൻസിന് പോലും. അവിടെ ചെന്നാൽ പ്രസാദമായി കഴിക്കാം. അപ്പോൾ അവർ ഈ കൊഴുപ്പെല്ലാം കഴിച്ചിട്ടും കൊളസ്ട്രോൾ കണ്ടില്ല. അവരുടെ നിത്യാഹാരമാത്. മലമ്പ്രദേശങ്ങളിൽ കാർബോഹൈഡ്രേറ്റാണ് കഴിച്ചത്, സ്റ്റാർച്ച്. സ്റ്റാർച്ചിലും പ്രോട്ടീനിലും ഫാറ്റിലും കാർബണും ഹൈഡ്രജനും ഓക്സിജനുമാണ് ഉള്ളത്. പ്രോട്ടീനിൽ അല്പം നൈട്രജനും. ഇതൊക്കെ വീട്ടിൽ പോയി നോക്കിക്കോണം, പഴയ പുസ്തകം ഉണ്ടെങ്കിൽ പഠിച്ചത്. പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ആ കുഴലിൽ നിന്ന് തള്ളി വെച്ചിട്ടിങ്ങി പോന്നതാണ്. അതുകൊണ്ട് ഓർമ്മിക്കുമെങ്കിൽ നോക്കണം. മനുഷ്യ ശരീരം ഫാറ്റ് കഴിച്ച പാരമ്പര്യങ്ങളിലും സ്റ്റാർച്ച് കഴിച്ച പാരമ്പര്യങ്ങളിലും പ്രോട്ടീൻ കഴിച്ച പാരമ്പര്യങ്ങളിലും അതിനെ പരിണമിപ്പിച്ച് ഫാറ്റാക്കിയാണ് സൂക്ഷിക്കുന്നത്, ആവശ്യത്തിനെടുത്ത് കത്തിക്കുന്നത്. അപ്പോൾ ഫാറ്റ് കഴിക്കാത്ത പാരമ്പര്യങ്ങളിൽ കാർബോഹൈഡ്രേറ്റിനെ ഫാറ്റാക്കി പരിണമിപ്പിച്ച് സൂക്ഷിക്കുന്ന ആ പരിണാമ ബിന്ദുക്കളെ നേരിട്ട് കൊഴുപ്പ് കഴിക്കുമ്പോൾ ആഹാരം വിഷമയമായി മാറും. കാരണം ഈ പരിണമിക്കാത്ത വസ്തു വരുമ്പോൾ പരിണമിപ്പിക്കുവാനുള്ള പാരമ്പര്യ ഘടകങ്ങൾ മിച്ചമാവും. അപ്പോൾ അന്നം വിഷമയമാകുന്നത് അന്നത്തിൻ്റെ അത്താവ് കഴിക്കുന്നവൻ
അന്നാദി ദേവതകളെ അറിയാത്തത് കൊണ്ടാണ്. ഈ യജ്ഞത്തിലെ മുഖ്യമായതും അതാണ്. അത്താവ് അന്നദേവതയുമായി പാരസ്പര്യം പുലർത്തുമ്പോൾ അന്നവും അന്നാദനും ഒന്നാകുമ്പോൾ അന്ന അന്നാദ ഏവച. എവിടെയാ സഹസ്രനാമത്തിൽ. ഇതൊക്കെ നിങ്ങൾക്ക് അന്ധവിശ്വാസമാണ്. അതുകൊണ്ട് പഠിച്ചു നോക്കുക. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന കൊളസ്ട്രോൾ ഒന്നും പണ്ട് ഇതിൽ കൂടുതലൊക്കെ തിന്ന ഒരു സദ്യക്കൊക്കെ പോയാൽ ഇന്നുള്ളവനൊന്നും കഴിക്കാറില്ല കഴിഞ്ഞ തലമുറയ്ക്കൊപ്പം. ശരിയല്ല. ഇപ്പോൾ കഴിയും. ഇപ്പം ചൊറിയും ചോറയിൽ കഴിക്കലൊന്നുമില്ല. കഴിക്കാൻ വയറ് സമ്മതിക്കുന്ന വയറുള്ളവനൊന്നുമില്ല. പണ്ടിരുന്നാലങ്ങ് ഉണ്ണും. അത് നല്ലപോലെ പിടിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് ഈ കൊളസ്ട്രോളും ഹാർട്ടും ഒന്നും വന്നില്ല. അതിൽ നിന്ന് 4 പേരെ എടുത്താൽ അതിലൊരാൾക്ക് ബ്ലോക്കാ. മനസ്സിലായില്ല. ഒന്നും കഴിക്കാതെ വറുവറായിരുന്നിട്ട്. ശരിയല്ല. എന്നാലും മുമ്പിൽ ഒരു പൊതുവാളിനെ എനിക്കറിയാം. അപ്പം നേരം നോക്കി കഴിച്ചാലും ബ്ലോക്കാ, കൊളസ്ട്രോളാണ്. ഒന്നും കഴിച്ചില്ലെങ്കിലും ഇവൻ കൂടുകയാണ്. അപ്പോൾ അന്നം ആഹരിക്കുമ്പോൾ അന്നത്തിൻ്റെ പിന്നിലെ അന്നാദൻ അന്നദേവതയെ അറിയണം, പൂഷാവിനെയും അറിയണം. പോഷിപ്പിക്കുന്നവൻ. ആ നിലയിൽ അന്നമാണ് ഓരോ കോശവും. ഒരന്നാദൻ മറ്റൊന്നിന് അന്നമാണ്. അന്നം തന്നെയാണ് അന്നാദൻ. അതുകൊണ്ട് അന്നം തന്നെയാണ് ഈ ബ്രഹ്മം. ഞാൻ ആഹരിക്കുന്ന അന്നം സസ്യശരീരമാണെങ്കിൽ, ജന്തു ശരീരമാണെങ്കിൽ അതെനിക്ക് അന്നമായാൽ ഞാൻ അവയിലൊന്നിനും നാളെ അന്നമാവും. സ്വാമി നാളെ പത്മാസനത്തിലൊക്കെ ഇരുന്ന് അടിയിലൊരു കല്ലുമൊക്കെ വെച്ച് സൈഡിലൊരു കല്ല് ചാരി വെച്ച് അതിലേക്ക് കെട്ടി ഗംഗയിലേക്ക് ഇടുമ്പോൾ, ജലസമാധി എന്ന് അതിന് പറയുക ഞങ്ങൾ, കുറേ ചെയ്ത് മത്സ്യമൊക്കെ കൊത്തിപ്പറിച്ച് തിന്നും. മനസ്സിലായില്ല. ഇത് അന്നമാകാനുള്ളതാണ്. വെള്ളത്തിലേക്ക് ഇട്ടാൽ, മണ്ണിനടിയിൽ താത്തിവെച്ചാൽ നാളെ 1000 കൃമികൾക്ക് തിന്നു തീർക്കാനുള്ളതാണ്. ഇത് ഞങ്ങളുടെ സ്വാമിയ തിന്നരുതെന്നൊക്കെ പറഞ്ഞ് കുഴിച്ചിട്ടാൽ ഒരു പ്രയോജനമില്ല. കുറച്ച് നാളത്തേക്ക് ആ ചുറ്റുവിട്ട് ഉപ്പ് കൊണ്ടൊക്കെ അവിടെ ഇരിക്കും. 4 മഴ പെയ്യുമ്പോൾ ഈ ഉപ്പെല്ലാം അങ്ങ് പോവും. പിന്നെ നല്ല ഉപ്പോടുകൂടി. മനസ്സിലായില്ല. കൃമികൾ ഉപ്പ് ചേർത്ത് കഴിക്കും ഭംഗിയായിട്ട്. അത്രേ ഉള്ളത്. അപ്പോൾ ഇതതിൻ്റെ അന്നമാണ്. നിങ്ങൾ കുറേ പേര് അഭിമാനിച്ച് തലപൊക്കുന്ന ഞാൻ കണ്ടു. ഞങ്ങളെ തിന്നുകയല്ല, ഞങ്ങളെ കത്തിക്കുകയാണ്. അത് വല്ല നെല്ലിനും വളമാകും. അല്ലെങ്കിൽ ഒരു എള്ളിനോ ഒരു ചൊറിയൻ ചേമ്പിനോ ഇല്ലേ, തലക്കീൽ അവനെയാണല്ലോ വയ്ക്കുന്നത്. ശരിയല്ല. ഒരു വാഴയ്ക്കോ വളമായി.
അതിനുള്ളതാ ഇത് അന്നമാണ്. അന്നം കൊണ്ടുണ്ടായി അന്നമായി നിലനിന്ന് അന്നമായിത്തീരുന്നതാണിത്. ഈ പരമമായ സത്യമൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇതിന്മേലുള്ള അഹങ്കാരമൊക്കെ പോയനെ. ഇത് വെളുത്തിരുന്നാലും കറുത്തിരുന്നാലും എങ്ങനെ ഇരുന്നാലും ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി നോക്കുമ്പോൾ, ഇടയ്ക്കിടയ്ക്ക് ഇതിലൊക്കെ പൗഡർ പൂശുമ്പോൾ, ഇടയ്ക്കൊക്കെ ഇത് വൃത്തിയാക്കുമ്പോൾ ഒക്കെ ഇടയ്ക്ക് ആ കണ്ണാടിയിൽ നോക്കി ഓർക്കുന്നത് സ്വാമിയും നിങ്ങളും നല്ലതാണ്. ഇത് അന്നമാണ്. ഇത് അന്നമാകാനുള്ളതാണ്. അന്നത്തിലുണ്ടായി അന്നം കൊണ്ട് വളർന്ന് ഓരോ കോശവും അന്നം കൊണ്ടാണ് വളരുന്നത്. അതിന് ഓരോ തരം അന്നം വേണം. ഓരോ ധാതുവിലേക്കും ഓരോ അന്നം വേണം. അതാ ചിലപ്പോൾ രക്തധാതുവിലെത്താതെ കുറയും. ഇപ്പോൾ ഒരു പിടി മുരിങ്ങയില കഴിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവും, കാരണം അതിൽ ഇരുമ്പുണ്ട്. 4 പാവയ്ക്ക കഴിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവും. കൂടുതൽ കഴിച്ചാൽ അപകടമാവും. ഫർട്ടിനുണ്ടാവും രക്തത്തിൽ, ഇരുമ്പ് രക്തത്തിൽ നേരിട്ടുണ്ടാവും. അപ്പോൾ കൊണ്ടുപോയി രക്തം പരിശോധിച്ചാൽ സിറം ഫർട്ടിൻ കൂടും. അപ്പോൾ പാവയ്ക്ക കഴിക്കരുത് ആ സമയത്ത്. അപ്പോൾ ഇങ്ങനെ ശരീരം അതിനാവശ്യമുള്ളതിനെ രൂപപ്പെടുത്തുമ്പോൾ അന്നത്തിൽ നിന്നാണ് ഇത് രൂപപ്പെടുത്തുന്നത്. അന്നം മതി, ഔഷധം വേണമെന്നില്ല. അന്നം തിരിച്ചറിയണം. പഴയ അമ്മയ്ക്കറിയാം, ഗർഭിണിയാണ്, അല്ലെ പ്രായമായി, അല്ലെങ്കിൽ ഒരു കുട്ടിയാണ്, മണ്ണ് തിന്നുന്നു, അമ്മ കണ്ടു. അരി വാരി തിന്നുന്നു. അപ്പം അമ്മയ്ക്കറിയാം അരി തിന്നുന്നതും മണ്ണ് തിന്നുന്നതും മുറത്തിൽ പേറ്റുമ്പോൾ മുറം മെഴുകിയ ചാണകം പൊളിച്ച് തിന്നുന്നതും ഒക്കെ കണ്ടാൽ അമ്മ തീരുമാനിക്കും ചെറിയ പെശകാണ്. ഇപ്പം കീഴാർ നെല്ലി പറിച്ചരച്ചു കൊടുക്കും, നിലമ്പരണ്ട പറിച്ചരച്ചു കൊടുക്കും. ഒരു പിടി മുന്തിരിങ്ങ കൊണ്ടുവന്ന് 1.5 കിലോ മുന്തിരിങ്ങ, ഉണക്കമുന്തിരിങ്ങ, കുരുവുള്ളത് മുന്തിരിങ്ങ എന്ന് പറയുമ്പോൾ ചെന്ന് കിസ്മിസ് ഒന്നും മേടിക്കരുത്. അത് കൊണ്ടുവന്ന് ഒരു 4 ഇടങ്ങഴി വെള്ളത്തിൽ നല്ലപോലെ വേവിച്ച് വറ്റിച്ച് അത് പിഴിഞ്ഞരിച്ചെടുത്ത് അതിലൊരല്പം അന്നഭേദി സിന്ദൂരവും അതിൻ്റെ അകത്തേക്ക് കുറേ പഞ്ചസാരയും ഇട്ട് അടിച്ചു വെച്ച് നല്ല സിറപ്പാക്കി ഒരല്പം കൊടുക്കും. ഇല്ലെങ്കിൽ നല്ല നാടൻ കള്ളി ചെത്തുന്നത് കൊണ്ടുവരും. അതിൽ കുറച്ച് മുന്തിരിങ്ങയിട്ട് കൽക്കണ്ടമിട്ട് അടുപ്പും പാതകത്തെ വെക്കും. ഒരു 4 ദിവസം കഴിഞ്ഞ് പിഴിഞ്ഞരിച്ചു വെച്ച് അല്പം കൊടുക്കും. അപ്പം അമ്മയ്ക്കറിയാം ഈ അന്നത്തിൻ്റെ കുറവാണ് അവിടെ ഉള്ളത്. ഇവൻ 2 നേരം ചെല്ലുമ്പോൾ നിൽക്കും, നല്ല രക്തപ്രസാദം ഉണ്ടാവും. അപ്പോൾ 7, 8 ഒക്കെയുള്ള ഹീമോഗ്ലോബിൻ 1, 11, 12 അങ്ങ് ഉയരും. അപ്പോൾ ആഹാരമാണ് ഔഷധമെന്ന് അമ്മയ്ക്കറിയാം. ആധുനികനറിയില്ല. അന്നവും തമ്മിലുള്ള ബന്ധമാത്. അന്നമോടുന്ന ശരീരത്തിൽ, അന്നം കൊണ്ട് വളർന്ന ശരീരത്തിൽ ഏതന്നത്തിൻ്റെ കുറവെന്ന് അന്നം കാണുമ്പോൾ നാവറിയും. അറിയണം, അതാ വിദ്യ. അതറിഞ്ഞാൽ അപ്പുറത്തൊരു ശാസ്ത്രം പിന്നെ വേണ്ട. ആന്തരികമായ അറിവ് യജ്ഞം കൊണ്ടാണ് കിട്ടുന്നത്. അപ്പോൾ അന്നത്തിൽ നിന്ന് ഭൂതം, ഭൂതാനി ഭവന്തീതി. പർജന്യനിൽ നിന്ന് അന്നം പർജന്യനിൽ നിന്നുണ്ടാകുന്നു. പർജന്യൻ, മഴ എന്ന് പറഞ്ഞാൽ പോരാ,
മഴ എന്ന ശബ്ദം പോരാ. പർജന്യ സൂക്തം പഠിക്കുമ്പോൾ വെറും മഴ കൊണ്ട് ഉണ്ടാവും ഇല്ല. മഴയും മിന്നലുമൊക്കെ പുതിയ സൃഷ്ടിക്ക് കാരണമാണ്. ഉള്ളവയിലെ ബീജങ്ങളെ വർദ്ധിപ്പിക്കുന്നവയുമാണ്. രോഹന്തി സർവാബീജാനി ശ്രീസൂക്തം. മിന്നലിനെ പറയുമ്പോഴാണ് പറയുന്നത്. വിദ്യുത്, ഒരു മിന്നല് 1000 പുതിയ ജനുസ്സുകളെ സൃഷ്ടിക്കും. ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു രോഗം ഉണ്ടായാൽ ഒറ്റ മിന്നൽ അതിനുള്ള ഔഷധത്തെ ആ സ്ഥലത്ത് നിക്ഷേപിക്കും. അതുകൊണ്ട് പണ്ടൊരു വൈദ്യശാഖയുണ്ടായിരുന്നു, ഇപ്പം ഇല്ല. ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, കേരളത്തിലുടനീളം ഉണ്ടായിരുന്നു. കണിശന്മാർ എന്ന് പറഞ്ഞൊരു സമൂഹം, അവരായിരുന്നു വിവാഹം രാജ സമീപത്ത് പ്രവചനങ്ങൾ ഇവയൊക്കെ നടത്തിയിരുന്ന വർഗം. അവരുടേതായിരുന്നു വൈദ്യശാസ്ത്രത്തിൻ്റെ ഈ പറഞ്ഞ ശാഖ, പാരമ്പര്യത്തിൻ്റെതായിരുന്നു. ഒരു വലിയ ഉപകാരികളുമായിരുന്നു ആ കാലങ്ങളിൽ. മുഖലക്ഷണങ്ങളും ഒക്കെ പറയുന്നതിൽ അദ്വിതീയരായ സ്ത്രീകൾ വീടുകളോടുള്ള ബന്ധത്തിനിടയിൽ സമ്പന്നൻ്റെ വീട്ടിലെത്തുമ്പോൾ പറഞ്ഞു കൊടുക്കും, ഇന്നിടത്തൊരു പാവപ്പെട്ട കുട്ടിയുണ്ട്, അവൾ ഐശ്വര്യത്തിൻ്റെ ഇരിപ്പിടമാണ്, അവൾ ഉള്ളിടത്ത് ഐശ്വര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഇവൻ ഓടിപ്പോയി ആ വീടിനെ എന്തുദ്ധരിച്ചും ആ കുട്ടിയെ വിവാഹം ചെയ്തു കൊണ്ടുവരും. ഇങ്ങനെയൊക്കെ യോജിപ്പിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് അവരുടെ വൈദ്യശാസ്ത്രത്തിൽ രോഗിയുടെ വീട്ടിലവരെത്തും നഗ്നപാതരായി. ആ രോഗിയുടെ വീട്ടിലേക്ക് അവരിറങ്ങി ഒന്ന് നടക്കും ആ പറമ്പിൽ. അപ്പോൾ സമീപത്തെങ്ങും കാണാത്ത ഒരൗഷധം അവിടെ ഉണ്ടാവും. അതാ നാട്ടിൽ കണ്ടിട്ടില്ലാത്തതാണ്. ആ രോഗി അവിടെ ഉണ്ടായതുകൊണ്ട് പ്രകൃതി അയാളെ രോഗിയായി തുടരാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഉളവാക്കിയതാണ്. ഇതാണ് അവരുടെ സങ്കല്പം. അതിനവർക്ക് ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ട് പോയി പറിക്കാൻ. അവയുടെ അനുമതി ചോദിച്ച് ഭദ്രമായി പറിച്ച് തൊട്ടുരിയാടാതെ പറിച്ച് അരച്ചൊരു ഡോസ് കൊടുത്തിട്ട് പോകുമ്പോൾ വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞ ആ രോഗികൾ അത്ഭുതകരമായി രക്ഷപ്പെടും. അങ്ങനെ ഇവർ നാട്ടിൽ അത്ഭുത ജീവികളായി അറിയപ്പെടും. കേട്ടിട്ടില്ല, പ്രായമായവരും കേട്ടിട്ടില്ല. അവരുടെ സൂക്ഷ്മദൃഷ്ടി തേടുന്നത് ആ ഔഷധത്തെയാണ്. എല്ലാ ചെടികളും അവർ കണ്ടെത്തുമ്പോൾ ആ ഔഷധവീര്യം ആ സസ്യത്തിലേക്കുണ്ടാക്കുന്നത് പർജന്യനാണ്. പർജന്യ സംഭവമായ വീര്യം അന്നത്തിലുണ്ടെങ്കിൽ മാത്രമേ അന്നം
പോഷണത്തിനുതകൂ. പർജന്യ സംഭവമായ വീര്യം ഇല്ലാതായാൽ പോഷണത്തിനു പകരം ശോഷണമുണ്ടാക്കും. ഇതിന് കോമൺ സെൻസ് മതി. തുഷ്ടിയുളവാക്കുന്ന ജനിത വീര്യം കൊണ്ട് ബടവാനലൻ, അവരങ്ങനെയാ പറയുക, കടലിലെ അഗ്നി, കടലിലൊരഗ്നിയുണ്ട്, അഗ്നിയിൽ നിന്നുണ്ടായതാ ജലം. അത് ആ ജലത്തിൻ്റെ അണു, പരമാണു, ധനാണു, ഇർണാണു, കർഷാണു, കൃഷ്ണാണു, സർഗാണു പര്യന്തമെത്തുമ്പോൾ ശൈവാഗമങ്ങൾ അണുവിൽ നിൽക്കുന്നില്ല. അണുവരെയുള്ള പഠനങ്ങൾ കണാദൻ്റെയാണ്. കണാദനുമപ്പുറം സർഗാണു പര്യന്തമെത്തുമ്പോൾ ആ ബടവാനലൻ വിട്ട ജലീയ സ്രോതസ്സുകളും അവയുളവാക്കിയ മേഘമാലകളുടെ സംഘട്ടനങ്ങളും നിസ്വനങ്ങളും അതുളവാക്കിയ വൈദ്യുത തരംഗങ്ങളും സാധാരണ വോൾട്ടേജ് ഒന്നുമല്ല. ശ്രീസൂക്തം പറയുന്നത് അതിൽ വെച്ച് ദുഷ്ടന്മാർ ഇല്ലാതാകുന്നു, ബീജങ്ങൾ മുളയ്ക്കുന്നുവെന്നാണ്. പുതിയ ജനുസ്സുകൾ. ആ പർജന്യനിൽ നിന്ന് ഉളവാകുന്ന അന്നത്തിൽ പൂഷാവും പർജന്യനും ചേർന്ന്, പൂഷാവ് പോഷിപ്പിക്കുന്നവൻ സൂര്യൻ. ലോകത്ത് ആഹാരമുണ്ടാക്കാൻ ശാസ്ത്രത്തിന് ശൂന്യതയിൽ നിന്ന് കഴിയില്ല. അമ്മ പാചകം ചെയ്ത് കഴിഞ്ഞ് ആഹാരമേ പാചകം ചെയ്യൂ. ഏറ്റവും ശ്രേഷ്ഠമായി പാചകം ചെയ്തതാണ് ഇലകളിൽ നിന്ന് വേരുകളിലും പുഷ്പങ്ങളായും കായ്കളായും ഫലങ്ങളായും തീരുന്നത്. മനോഹരമായ പാകപ്രക്രിയ ഏതാണ്? ആ പാകം ചെയ്ത അന്നത്തിൽ വരുന്ന പോഷണത്തിൻ്റെ സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമായ അംശങ്ങൾ ഈ സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമെന്ന് പറഞ്ഞത് അനേക നൂറ്റാണ്ടുകളായി ചരകസുശ്രാദികളുടെ കാലം മുതൽ കേരളീയർ വാദത്തിനുപയോഗിക്കുന്ന ഒരു ഔഷധമുണ്ട്, കുറുന്തോട്ടി. ചൊല്ല് തന്നെയുണ്ട് കുറുന്തോട്ടിക്ക് വാദം വരിക. കുറുന്തോട്ടിയുടെ വേരിന്മേൽ തൊലി പാലിൽ ആവർത്തിച്ച് എടുക്കുന്ന ഒരു നെയ്യുണ്ട്, ക്ഷീരബല. നിങ്ങളുടെ വീട്ടിലൊക്കെ അഫേഷ്യ, ചിറികോടുക, അർദ്ദിതം എന്ന് പറയും. അതുണ്ടായാൽ
ഒന്ന് നസ്യം ചെയ്യുകയും എതിർവശത്തേക്ക് തടവുകയും ചെയ്താൽ വേഗം മാറും. വളരെ പെട്ടെന്ന് 101 ആവർത്തി ക്ഷീരബല. ആ സാധനം നിങ്ങളുടെ ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്താൽ വെറും കൊഴുപ്പാണ്, വെറും ഫാറ്റ്. അതിൽ യാതൊരു ഔഷധ മൂല്യവും ഇല്ലയെന്നാണ് ലാബ് ടെസ്റ്റുകൾ. പക്ഷെ ഫലമുണ്ടായി. ഫലമുണ്ടാവുകയും ശാസ്ത്രപരീക്ഷണത്തിലൊന്നുമില്ലെന്ന് പറയുകയും ചെയ്യുമ്പോൾ അനുഭവത്തെ വിശ്വസിക്കണമോ ശാസ്ത്രത്തെ വിശ്വസിക്കണമോ? പഴയ ആളുകൾ അനുഭവത്തെ വിശ്വസിക്കുമ്പോൾ അത് തടവും. പുതിയ ആളുകൾ ശാസ്ത്രത്തെ വിശ്വസിക്കുന്നതുകൊണ്ട് ഈ അന്ധവിശ്വാസം വേണ്ടെന്ന് പറഞ്ഞ് മാറ്റിവെക്കും. ഒടുവിൽ ആ ചികിത്സയെല്ലാം കഴിഞ്ഞ് തകർന്നാൽ ഏതെങ്കിലും വൈദ്യൻ്റെ അടുക്ക പോയി കിടന്ന് അവൻ തടവുമ്പോൾ മാറിക്കഴിഞ്ഞാൽ ഇതുകൊണ്ടല്ല വേറെ എന്തുകൊണ്ടോ ആണെന്ന് പറയും. അപ്പം ശാസ്ത്രത്തിന് ഇനിയും സഞ്ചരിക്കാനുണ്ടെന്ന് വിനയാന്വിതമായി അറിയണം. ഭൗതിക ശാസ്ത്രത്തിന് ഇന്നലെ വരെ എണ്ണയും കുഴമ്പൊന്നും തേച്ചാൽ ത്വക്കിൻ്റെ പുറത്തൊന്നുമില്ലെന്ന് പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ ഒലിവെണ്ണയൊക്കെ രംഗത്തെത്തി തുടങ്ങി. ശരിയല്ല. ത്വക്ക് രോഗങ്ങളിലൊക്കെ പുരട്ടിയും തുടങ്ങി. അപ്പോൾ ഇനിയും ശാസ്ത്രം മുന്നോട്ട് പോകാനുണ്ട്. അനുഭവങ്ങൾ പ്രാചീനമാണ്. പ്രാചീന അനുഭവങ്ങളെ നിഷേധിക്കുന്നതിന് മുമ്പ് അതിന് പകരം വയ്ക്കാനുള്ളത് ശാസ്ത്രം കണ്ടെത്തിയൊരു ഊന്നുവടി പോലെ കൊടുത്തിട്ട് വേണം നിഷേധിക്കാൻ, ചുരുങ്ങിയ പക്ഷം. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന അരി, ഗോതമ്പ് ഇവയൊക്കെ ചില ദേശങ്ങളിൽ ചില കാലങ്ങളിൽ ചില ഋതുക്കളിൽ മാറ്റമുള്ളവയാണ്. ആ മാറ്റം പർജന്യനിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഭോപ്പാലിൽ നിന്ന് പച്ചക്കറി മേടിച്ച് കഴിച്ചാൽ അതിൽ മിനറലുകളില്ല, അത് വേറെ കഴിക്കണം. ആ മണ്ണിൻ്റെ പ്രത്യേകതയാണ്. അവിടെ വീഴുന്ന മഴയിൽ അതിനെ പർജന്യൻ എന്ന് വിളിച്ചുകൂടാ. അപ്പം പർജന്യൻ എന്ന് പറയുമ്പോൾ ഏതൊരു വീര്യത്തോടുകൂടി അന്നത്തെ ഉളവാക്കുവാൻ പര്യാപ്തമായി. പഴയകാലത്തറിയാം, ആദ്യത്തെ മഴയ്ക്ക് കപ്പയൊക്കെ ഇടുന്ന ആളുകൾ ഇടയ്ക്ക് വരുന്ന വേനലിൽ കിളച്ചിടും. വേനൽ മഴയ്ക്ക് കപ്പയിടും പഴയ ആളുകൾ. ഇപ്പോഴത്തെ കൃഷി പഠിച്ചവരല്ല പഴയ ആളുകൾ. അതൊരു 2-3 ഇലയാകുമ്പോൾ അതിൻ്റെ കിളച്ചിടും നല്ലപോലെ. ആദ്യത്തെ വലിയ മഴ വരുമ്പോൾ അത് ധാരാളം യൂറിയ ഉളവാക്കും അന്തരീക്ഷത്തിൽ. അതോടെ ഇത് സമൃദ്ധമാകും ഈ കപ്പ. കുരുമുളക് വള്ളികൾ അരളിടുമ്പോൾ അന്തരീക്ഷത്തിലെ യൂറിയ ആദ്യത്തെ മഴ അതിൻ്റെ അരളുകളിലെത്തിക്കുമ്പോൾ മുളകുകൾ മുഴുക്കും. ഒരു ബക്കറ്റിനകത്ത് അല്പം യൂറിയ കലക്കി തളിച്ചാലും മുഴുകും. പക്ഷെ അത് കെമിക്കലാണ്. പർജന്യനിലടങ്ങിയിരിക്കുന്ന പ്രകൃതിദത്തമായ വീര്യം അന്നത്തെ ഉളവാക്കുമ്പോൾ ആ അന്നം ആഹാരമല്ല, ഔഷധമാണ്.
ആ ഔഷധരൂപിയായ അന്നം കൊണ്ട് ഭൂതങ്ങൾ വളരുന്നു എന്ന് പറയുമ്പോൾ പർജന്യനെ കൊണ്ട് അന്നമുണ്ടാകുന്നു. പർജന്യനോ യജ്ഞം കൊണ്ടുണ്ടാകുന്നു. നാളെ രാവിലെ ഒരു ഹോമകുണ്ടം ഉണ്ടാക്കി അതിലെല്ലാം ഇട്ട് കത്തിച്ചാൽ മഴ പെയ്താൽ അത് യജ്ഞം കൊണ്ട്, പെയ്തില്ലെങ്കിൽ അത് യജ്ഞത്തിൻ്റെ ചടങ്ങ് ശരിയല്ലാത്തത് കൊണ്ട്. ആ യജ്ഞമല്ല, നിത്യമുള്ള യജ്ഞമാണ്. ഓരോ വൈശ്വാനരനിലും കത്തുന്ന അഗ്നിയിലേക്ക് ഹവിസർപ്പിക്കുന്ന യജ്ഞം, പാരസ്പര്യത്തിൻ്റെ യജ്ഞം. എവിടെ മനസ്സുകൾ പാരസ്പര്യപൂർണങ്ങളാകുന്നുവോ, എവിടെ പാരമ്പര്യ സത്വം നന്മയിൽ നിഷ്ണാതമായിരിക്കുന്നുവോ, എവിടെ സത്യം നിലനിൽക്കുന്നുവോ, എവിടെ മാനവചേതന അവൻ്റെ കീഴിൽ വരുന്ന ജീവജാലങ്ങളെ മുഴുവൻ സംരക്ഷിക്കുന്ന സംരക്ഷകനായി മാറുന്നുവോ, ആ മഹത്തായ യജ്ഞത്തിൽ വച്ച് പർജന്യനുണ്ടാകുന്നു. അതാ ചില പറമ്പിൽ വെള്ളം കാണുകയില്ല. ചില ആളുകൾ എന്നവിടെ വില കൊടുത്ത് വാങ്ങിച്ച് അതിലൊരു വീട് വെച്ച് കഴിഞ്ഞ് അതിൽ കിണർ കുത്തുമ്പോൾ വളരെ വേഗം വെള്ളം കിട്ടും. അവരവിടുന്ന് താമസം നിർത്തി വേറൊരുത്തൻ വാങ്ങിച്ചാൽ വെള്ളം അങ്ങ് പോവുകയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവമുണ്ട്, വിശ്വാസമില്ല. ഞങ്ങളവിടെ താമസിച്ചിരുന്ന കാലത്ത് ചിലർ പറയും, നല്ല വെള്ളം ഉണ്ടായിരുന്നല്ലോ, അതേ കളിപ്പിച്ചതാണ്. നിങ്ങൾ വെള്ളമുണ്ടെന്നും പറഞ്ഞ് പറമ്പ് വന്നു. ആ വിറ്റ സമയത്ത് നല്ല വേനൽക്കാലമായിരുന്നു, അന്നേരം വെള്ളം ഉണ്ടായിരുന്നു. നിങ്ങൾ എവിടുന്നോ ടാങ്കറിൽ കൊണ്ടുവന്ന് അടിച്ച് കിണർ നിറയെ വെച്ച് വെള്ളമുണ്ടെന്ന് തോന്നിപ്പിച്ച് തന്നു. നിങ്ങൾ പോയി കുറേ കഴിഞ്ഞപ്പോൾ അടിച്ച വെള്ളമൊക്കെ വറ്റിപ്പോയി എന്ന് പറഞ്ഞ് മേടിച്ചവൻ വഴക്കുണ്ടാക്കും. വെള്ളം ഭൂമിയുടെ സിരകളിലൂടെ ഒഴുകുന്നത്, മഹാനദികൾ ഒഴുകുന്നത് മനുഷ്യൻ്റെ മഹാസിരകളെന്ന പോലെയാണ്. യാതൊരുവൻ അവൻ്റെ സിരകളുടെ പ്രാധാന്യം നദിക്ക് നൽകുന്നുവോ, അവൻ ജലത്തെ അതിദേവതയായി കാണുന്നു. അതിൻ്റെ ദേവത അവനിൽ പ്രസാദിക്കുമ്പോൾ പ്രകൃതി അവന് മുമ്പിൽ മഴയാകുന്നു. കാളിദാസൻ ഇത് ഭംഗ്യന്തരേണ അദ്ദേഹത്തിൻ്റെ മേഘസന്ദേശത്തിൽ പറയുന്നുണ്ട്.